കാനഡ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാനഡയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം തന്നെ എനിക്ക് ലൈക്ക് ഒരു ഇൻട്രഡക്ഷൻ പോലും പറയാൻ പറ്റുന്നുണ്ടായില്ല. എന്തായാലും നമ്മുടെ ഒഫീഷ്യൽ ഇൻട്രഡക്ഷനിലേക്ക് നമുക്ക് തെക്കടക്കാം. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ജിൻഡു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 4 ദിവസത്തെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കാനഡ ക്യുബക്കിലാണ്. നമ്മുടെ ട്രിപ്പിലെ ഡേ 1 and 2 നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മോൺട്രിയലിലാണ്. മോൺട്രിയൽ എന്ന് പറയുന്നത് ക്യുബക് പ്രോവിൻസിലെ തന്നെ മറ്റൊരു സിറ്റിയാണ് മോൺട്രിയൽ കേട്ടോ. ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് മോൺട്രിയലിലേക്ക് ഏകദേശം 6 to 7 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ മോൺട്രിയലിൽ നിന്ന് ക്യുബക് ഓൾഡ് സിറ്റിയിലേക്ക് ഏകദേശം 3 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ ഐറ്റിനറി എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടാതെ തേരാപാര നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡൗൺ ടൈം എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരിൽ നിന്നും കിട്ടിയ ഉപദേശത്തിൽ നിന്നും ഇൻസ്പയർ ആയ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു ക്യുബക്ക് എന്ന് പറയുന്നത്. ആ ഉപദേശം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. IELTS പഠിക്കൂ, UK പോകാം, ഫ്രഞ്ച് പഠിക്കൂ, ക്യുബക്കിന് പോകാം, കാനഡ ഓപ്പൺ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ല തിരിഞ്ഞു പോയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പഠിക്കൂ എന്ന് പറഞ്ഞതിലല്ലായിരുന്നു എൻ്റെ ഫോക്കസ് മുഴുവനും, ആ സ്ഥലങ്ങളുടെ പേരിലായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹമായിരുന്നു മനസ്സിൽ കൂടുതൽ ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. US ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അധികം റെസ്റ്റ് ഏരിയാസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാർ ചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ പമ്പ് നാട്ടിലെ. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോഫി പ്ലേസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്സുകളും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേസിൽ വന്നപ്പം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഹാൻഡ് കാർവ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണുള്ളത്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് നിങ്ങളിത് കാണിക്കണമെന്ന് തോന്നി. Is the rocking chair $6.99. That's too much. Let's get back in the days. Wow, they can move. Oh, you can move it. And I'll take them. നമ്മൾ US കാനഡ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ബോർഡർ ക്രോസിങ്ങിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ലെഫ്റ്റ് ലൈനിൽ നെക്സസ് ഒള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? US-ൻ്റെയും കാനഡയുടെയും ബോർഡറിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ സ്ക്രീൻഡ് ട്രാവൽ പെർമിറ്റാണത്. അതായത് നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ കാണുന്ന ഗ്ലോബൽ എൻട്രിയിലെ അതുപോലൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവർ ഈ ലോങ് ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സിസ്റ്റം ഉള്ളത്. നമ്മൾ മോൺട്രിയലിലെത്തി. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഹിൽട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ്. മോൺട്രിയലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്ത സിറ്റിയുടെ കിടു വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ കഴിക്കുന്നത് പെപ്പീറ്റോ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. മോൺട്രിയലോ ക്യുബക്കോ വരാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, റിസർവേഷൻ. അത് ഇവരുടെ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ കൾച്ചർ. ആൻഡ് ഇതൊരു വലിയ സിറ്റി ആണെങ്കിൽ കൂടെയും ഒത്തിരി അധികം ടൂറിസ്റ്റും അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് റിസർവേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ പോലെ ചെറിയൊരു പണി എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളൊരു ഏർലി ഡിന്നറാണ് കഴിച്ചത്. 5:30 ആയപ്പോഴത്തേനും നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈവനിങ് ടൈം മോൺട്രിയൽ സിറ്റി നമുക്കൊന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നല്ല ടയർഡാണ് കേട്ടോ. ഇവിടെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ ലൗഡ് മ്യൂസിക്കും എല്ലാം ഉണ്ട്. അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. ആംബിയൻസ് ഒരു രക്ഷയില്ല.
പിന്നെ എല്ലാ അട്രാക്ഷൻസും തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ അതും വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനുശേഷം റൂമിൽ പോകാം. അപ്പോൾ നമുക്കിപ്പോൾ സിറ്റിയുടെ വ്യൂ ഒന്ന് കാണാം. It's a takeover. In certain important businesses, they take over and put their brand on. Oh no, Ryan is missing. Open the door for me too. ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഹിൽട്ടണിലെ ആ ഒരു റൂം. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൺട്രിയലിലെ അട്രാക്ഷൻസ് ആയിരിക്കും മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഫ്രഞ്ചിലൊരു ബൈ ആയാലോ. അബിയാൻ ടു.